എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ടാവും. സെബി ബിസിനസ്സിൽ വരുന്ന ചില അനലിസ്റ്റുകളെ ബാൻ ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് പോകാം. അതായത് ഒരു റിപ്പോർട്ട് വന്നതാണ്. സെബി ഒരു ഫൈൻ ചെയ്തു അവരൊക്കെ 7.4 കോടി. പിന്നെ അവരെ ചിലർ ബാൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സി ബിസിനസ് നല്ലൊരു ബിസിനസ് ചാനലാണ്. അതിൽ കുറേ എക്സ്പെർട്ടുകളുണ്ട്. അവർ മിക്കവരും ഇവരെല്ലാവരും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകാരാണ്. അതുകൂടാതെ പലരും ടിപ്പ് പ്രൊവൈഡർ കൂടിയാണ്. ഇവരെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെയ്തത് സെബി പിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ ടിപ്പ് പ്രൊവൈഡ് ചെയ്ത്, അതായത് നമ്മളുടെ ന്യൂസ് ചാനലിൽ വന്നിട്ട് ടിപ്പ് പറയുന്നതിന് മുമ്പ് ഇവരുടേതായ ചാനലുകളുണ്ട്. അതായത് വാട്സപ്പ് ഗ്രൂപ്പ്, ടെലഗ്രാം ഗ്രൂപ്പ്, അങ്ങനെ ഇവർക്ക് കുറച്ച് കമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്ക് ടിപ്പ് കൊടുക്കും. ഇതിനു മുമ്പ് ടിപ്പ് കൊടുത്തിട്ട് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചയ ശതമാനം ഇവർ ഏൺ ചെയ്യുന്നു. അതാണ് സെബി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ബിസിനസ് നല്ലൊരു ചാനലാണ്. അത് കോടിക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. അതായത് ഇന്ത്യ മൊട്ടാകെ ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് മുഴുവനും അവർ സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സ് അവർ വിശ്വസിക്കും. പക്ഷേ ഇവർ മുന്നേ ടിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇവർക്ക് 2 രീതിയിൽ ഇൻകം, 3 രീതിയിൽ ഇൻകം ഇവർക്ക്. അതായത് ടിപ്പ് കൊടുക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഒരു പൈസ മേടിക്കും. അതുകൂടാതെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഉയർന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇൻകം കിട്ടും. അതുകൂടാതെ അനലിസ്റ്റേഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെയും കൂടി ഇൻകം ഇവർക്ക് ലഭിക്കും. അപ്പോൾ സെബി പറയുന്നത് വെച്ചാൽ നിരപരാധികളായ നിക്ഷേപകരെ വഞ്ചിച്ചു, വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നതാണ് ഇവർക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റാരോപണം. അതിന് സെബി 2022 ഫെബ്രുവരി മുതൽ 2022 ഡിസംബർ വരെയുള്ള കാലയളവാണ് സെബി നോക്കിയത് ഇത്. അപ്പോൾ ഇവരുടെ SMS, ഇവരുടെ വാട്സപ്പ്, ഇവരുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് സെബി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. നമുക്ക് ഇതിൻ്റെ വേറൊരു വശം കൂടി ഇതിൽ പിടിക്കപ്പെട്ട ഒരാളാണ് നമ്മൾ കിരൺ ജാദവ് എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തി ചെയ്ത കാര്യം നമുക്ക് സെബിയുടെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ 2-ാം തീയതി, അതായത് 2022 സെപ്റ്റംബർ 2-ാം തീയതി 2022 സെപ്റ്റംബർ 2-ാം തീയതി 2:15 അതായത് ഇന്ത്യ മാർട്ടിൻ്റെ 4600 കോള് അത് ഇവർ 290 അത് ബൈ ചെയ്യാൻ പറഞ്ഞു. 240 ഇവർ സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് പറഞ്ഞു. ടി വിയിൽ പറയും. സി ബിസിനസ്സിൽ ടാർഗറ്റ് പറഞ്ഞത് 550-600 ടാർഗറ്റ് ഈ കിരൺ ജാദവ് എന്ന വ്യക്തി പറയും. പക്ഷെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ടിപ്പ് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലും ഒക്കെ പോയി. അതിനുശേഷം ടിപ്പ് പറഞ്ഞതിന് ശേഷം 15 മിനിറ്റിന് ശേഷം ഈ ഇന്ത്യ മാർട്ടിൻ്റെ 4600 കോളിൽ നല്ല വോളിയം ക്രിയേറ്റ് ചെയ്ത്, അതുകൂടാതെ 15% അത് 15 മിനിറ്റിനുള്ളിൽ ഉയർന്നു. പക്ഷേ അപ്പോൾ ഒരു പരിധി വരെ ഉയർന്നു കഴിയുമ്പോൾ ഇവരും പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇവർ അവിടെ നിന്ന് സെല്ല് ചെയ്യും. അപ്പോൾ അവിടെ ഇവരാദ്യം പൊസിഷൻ മേടിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് സെല്ല് ചെയ്യും. അപ്പോൾ അവർക്ക് അവിടെ ഒരു ഇൻകം കിട്ടി. ടിപ്പ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഇൻകം കിട്ടി. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അവരിൽ നിന്നൊരു പ്രോഫിറ്റിൻ്റെ നിശ്ചയ അങ്ങനെ ഒരു ഇൻകം കിട്ടി. അതുകൂടാതെ അനലിസ്റ്റ്, അങ്ങനെ 4 രീതിയിലാണ് ഇവർ ഇൻകം ജനറേറ്റ് ചെയ്തതായിട്ട് സെബിക്ക് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ പലരും ഉണ്ടാവും. അനലിസ്റ്റ് സാധാരണക്കാരായ അല്ലെങ്കിൽ പുതിയ നിക്ഷേപകരെ മാർക്കറ്റിൽ ഇറങ്ങി വരുന്ന അവരെ ഇതുപോലെ വല വീശി പിടിക്കാനായിട്ട്. അപ്പോൾ നമുക്കും പലർക്കും ഇതുപോലെ മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി സൂക്ഷിക്കുക. ഒന്നാമത്തെ കാര്യം, ഇതുപോലുള്ള ചതിക്കുഴിയിൽ വീഴാതിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ പരമാവധി നമ്മൾ സൂക്ഷിക്കുക, ഇതുപോലുള്ള ചതിക്കുഴിയിൽ വീഴരുത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ. പിന്നെ രണ്ടാമത്തെ കാഴ്ച, മാർക്കറ്റിനെ കുറിച്ച് നമ്മളും കുറച്ച് ചെറിയൊരു അനലൈസേഷൻ നടത്തുക. അപ്പോൾ ഇത് രണ്ടുമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്കിതിന് ചെയ്യാനുള്ളത്. അതായത് ഇതുപോലെയുള്ള ചതിക്കുഴികളെ പരമാവധി ഒഴിവാക്കുക. ഇവരെന്തായാലും വല വീശാനായിട്ട് കുറേ നമ്മളെ മൊബൈൽ ഡാറ്റ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ പലരും നിങ്ങളെ വിളിക്കുന്നുണ്ടാവും. ഗുജറാത്ത്, ഇന്ത്യ മഹാരാഷ്ട്ര പലരും ട്രേഡിങ്ങിൽ ഒരു ആക്റ്റീവ് ആകുന്ന ഒരു വ്യക്തിയാണ്. പരമാവധി ഒഴിവാക്കുക. അവരെ മറുപടി കൊടുക്കാതിരിക്കുക, അല്ലെ വേണ്ട എന്ന് പറയുന്ന. അതുകൂടാതെ നമ്മളും ചെറിയ രീതിയിൽ ഒരു അനലൈസ് ചെയ്ത് പഠിക്കും. ഇതാണ് നമുക്ക്
ഇതിൽ നിന്ന് പഠിക്കേണ്ടതായ പാഠങ്ങൾ. ഇപ്പോൾ ഇവരെ ബാൻ ചെയ്ത അടുത്ത ടീമുകൾ ഇതുപോലെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യങ്ങൾ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ബുദ്ധൻ പറഞ്ഞൊരു വാക്കിടുക, അത് നിങ്ങളെപ്പോഴും ഓർക്കുക. ഇതുപോലത്തെ ചതിക്കുഴികൾ പെടാതിരിക്കാനായിട്ട് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വാക്കാണത്. അതിങ്ങനെയാണ് ബുദ്ധൻ പറഞ്ഞത്. നമുക്ക് കാണാം, ഞാൻ പറഞ്ഞതായാലും മറ്റൊരാൾ പറഞ്ഞതായാലും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതായാലും നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക. ഇതാണ് ഇതിൽ പറയുക. ആര് പറഞ്ഞാലും നമുക്കൊരു സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ, അതിന് നിരക്കാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക. ബുദ്ധൻ പറഞ്ഞ വളരെ അർത്ഥവത്തായ വാക്ക്. അതായത് നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വാക്കാണത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.